ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വെണ്ടക്കയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടായ വെണ്ട തന്നെയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കറി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു 10 വെണ്ടക്ക ഉണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എന്നിട്ടൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം വെണ്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൊണ്ട് വാട്ടിയെടുക്കട്ടെ കേട്ടോ. 8-10 എന്ന് പറയാൻ കാരണം അതിലിടക്ക് 2 എണ്ണം ചെറുതായിരുന്നു കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതൊന്ന് വാട്ടി വെച്ചതിന് ശേഷം ഒരു 5 വെളുത്തുള്ളി, ഒരു 8 ചുവന്നുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള, ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളക് ചെറുതാട്ടോ. വേണ്ടൊക്കെ കുറച്ചൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ടുണ്ടല്ലോ, അത് കീറിയതൊന്ന് ഇട്ടെടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടാ. എന്നിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് വാടിയതിന് ശേഷം ഇതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടാ. അപ്പോൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ വെണ്ടക്ക വാട്ടിയെടുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ കറി ഉണ്ടാക്കാൻ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിലേക്കൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ അത് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ടെടുത്ത് പച്ചമുളകും ഇട്ടെടുത്തൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഒന്നുകൊണ്ട് വാടി വരണം, നല്ല വാടണ്ട, ഒന്നുകൊണ്ട് വാടി വരണം. അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചെറിയുള്ളിയും വെല്ലുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്ന് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നാദ്യം ഒന്നുകൊണ്ട് ചൂടാക്കി ഒന്നുകൊണ്ട് വറുത്തെടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നിറയെ മുളക് പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ചെയ്യട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ കുറച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് മൂടി വെക്കുക, ഒന്ന് വാടി വരട്ടെ തക്കാളി. അവരെ ഒന്ന് മൂടി വെക്കട്ടെ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ പൊടിപ്പന്നെ ഇട്ട് കൊടുത്തത്. കല്ലുപ്പാണെങ്കിൽ ഞാൻ കല്ലുപ്പന്നെയാണ് അധികം ഉപയോഗിക്കൽ. ഒന്ന് പൊടിപ്പാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ തക്കാളിയൊക്കെ വാടി വന്ന് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളെ കറിക്ക് ആവശ്യത്തിനുള്ള അപ്പോൾ എടുത്ത മസാലയ്ക്ക് അനുസരിച്ച് ഉള്ള ആദ്യം കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒന്നും കൂടിയൊക്കെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം കറിയില്ല കേട്ടോ. ഇതാണ് ഇതിപ്പോൾ അധികം കട്ടിയൊന്നും തോന്നുന്നില്ല. ഇനി ഒന്ന് പതച്ച് വരട്ടെ കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. അധികം വേവാനൊന്നുമില്ല, എന്നാലും പുളിയൊന്ന് വേവണം. മസാലകളൊക്കെ ഒന്നുകൊണ്ട് വെന്ത് വന്നതിന് ശേഷം ഇതാ ഇനിയിപ്പോൾ കട്ടി അങ്ങൊന്നും അധികം തോന്നുന്നില്ല. ഇനി നമ്മൾ വാട്ടി വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക. ഇനി അത് കട്ടിയാവും കേട്ടോ വെണ്ടക്കൻ്റെ അതും. പിന്നെ കറി ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും ചെയ്യും. അപ്പോൾ ഇനി വെണ്ടക്ക ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കട്ടെ. അപ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ലൂസായിട്ടല്ലേ തോന്നുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാവും കേട്ടോ. അന്നത്തെ കറി ഇവിടെ റെഡി ആയി. എന്നാൽ ശരി, എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.